ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ചെറിയ വിഭവം കണ്ടാലോ. അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളിലേക്ക് ഒരു ഉള്ളി നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളൻകിഴങ്ങാണ്. നമുക്ക് എത്ര ഉള്ളി എടുക്കുന്നത് അത്ര ഉരുളൻകിഴങ്ങ് എടുക്കാം. അതും ഇതേപോലെ കുഞ്ഞാപ്പി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബൗളിലേക്ക് അരിഞ്ഞ ഒരു സവാളയും അതിൻ്റെ മേലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലെക്സ് പൊടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരത്തെ ശേഷം അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിയാണ് എടുക്കുന്നത്, അപ്പോൾ അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരിപ്പൊടി നല്ല മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്കത് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ വെള്ളം അടിച്ചത് ഇതുപോലെ ഒരു കളറ് വീണാലാക്കാം. പിന്നെയും കുറച്ച് വെള്ളം ഇട്ട് നമ്മൾ ഈ ഒരു ബൗളാക്കണം ഇതിലാക്കാം. പിന്നെ നമ്മളിതേ കോഴിലേക്ക് ഇനിയും ബാറ്റർ ഒഴിച്ച് ലൂസ് ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ കുറച്ചും കൂടി വേണ്ടിയിട്ട് നമ്മളിത് ബോളാക്കി എടുക്കണം. അപ്പം അതിനുള്ള ഇതായി മതി കേട്ടോ. അതിലേക്ക് ഞാൻ ഇത് ഒഴുകിന് ശേഷം ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉരുളാക്കി എടുക്കാം. നമുക്ക് ഉരുളാക്കി വെക്കണ്ട കേട്ടോ. ചെറിയ ചെറിയ ഉരുളാക്കി നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് ഫുള്ള് ചെയ്ത് കാണാം. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഉരുളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് ഉണ്ടാക്കിയാൽ വേണം. പിന്നെ സ്റ്റൗ കത്തിച്ച് നമ്മൾ റൈഫാനാണ് വെക്കുന്നത്. ചട്ടി വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ വെള്ളം തളിച്ചിട്ടുണ്ട് ചൂടാവണം അറിയാൻ വേണ്ടിയിട്ട്. പാൻ നല്ല ചൂടായതാണ് ഇതെല്ലാം പൊരിയത് കിട്ടുള്ളൂ. ഇത് ഫുള്ള് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇത് ഫുള്ള് വറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഓയിൽ ഉണ്ടെങ്കിൽ ചേർത്താലും മതി. നമുക്ക് വെളിച്ചെണ്ണയാണ്, വെജിറ്റബിൾ ഓയിലൊക്കെ പറ്റും. നമ്മൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യണത്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ചൂടായി വരുമ്പോൾ ഈ ചട്ടിയെല്ലാം എടുത്ത് ഈ ഒരു ഫ്രൈ പാനിൽ എല്ലായിടത്തും ഈ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യുക. ഈ സാധനം ഒന്ന് കുറച്ചുകൂടി പോയി കിട്ടണം. ഈ പോയിട്ട് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഹാഫ് വേ വഴി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഇട്ടൊന്ന് ഇളക്കിയൊക്കെ സെറ്റായി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മറക്കാം.